ലോലൂസ് എക്സ്പ്ലോറേഷൻ്റെ സ്വിറ്റ്സർലൻഡ് ട്രാവൽ സീരീസിലെ രണ്ടാമത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ റൈൻ ഫോൾസിലാണ്. ഇപ്പോൾ റൈൻ ഫോൾസിനൊരു പ്രത്യേകതയുണ്ട്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർഫോളാണ് റൈൻ ഫോൾസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ്, നമ്മുടെ സ്വിറ്റ്സർലൻഡിലേക്കുള്ള യാത്ര, ജർമ്മനിയിൽ നിന്നുള്ള യാത്ര കാണാത്തവർ ആദ്യത്തെ എപ്പിസോഡ് കാണുക. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന റൈൻ ഫോൾസിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് റൈൻ ഫോൾസിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്ന ഇതാണ് റൈൻ ഫോൾസിൻ്റെ എൻട്രി. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, 2 ടിക്കറ്റ്. ഒരു ടിക്കറ്റിന് 5 യൂറോ ആണ്, അങ്ങനെ 10 യൂറോ 2 ടിക്കറ്റിന്. അപ്പോൾ നമുക്ക് റൈൻ ഫോൾസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ റൈൻ ഫോൾസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് ഇതൊരു പാലസാണ്. ഈ റൈൻ ഫോൾസിനോട് ചേർന്ന് തന്നെയുള്ള പാലസ്. അപ്പോൾ ഈ പാലസിൻ്റെ ഉള്ളിൽക്കൂടെയാണ് നമ്മൾ റൈൻ ഫോൾസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം സീ ലെവലിൽ നിന്ന് ഒരുപാട് മുകളിലാണ് നിൽക്കുന്നത്. അതായത് ഒരു മലയുടെ മുകളിലാണ് ഈ പാലസ് ഉള്ളത്. ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പാലസ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് റൈൻ ഫോളിൻ്റെ ആദ്യത്തെ ഒരു വ്യൂ നമുക്കിത് ഇവിടെ നിന്ന് കാണാം. ആഹാ, ബോട്ടുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഈ ബോട്ടുകൾ ശരിക്കും നമുക്കിത് അടുത്ത് താഴത്തേക്ക് നമ്മൾ ഇനി പോകും ഇവിടുന്ന്. പക്ഷേ ഈ ബോട്ടുകൾ ആ ഫോളിൻ്റെ അടുത്തേക്ക് പോകണയാണ് ആ കാണുന്നത്. അപ്പോൾ റൈൻ ഫോൾസിൻ്റെ ആ വാട്ടർ ഫോളിന് മുമ്പുള്ള ഭാഗമാണ്, ആ റിവറിൻ്റെ ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത് റൈൻ നദിയാണ്. അപ്പോൾ അതിങ്ങനെ വന്നിട്ട് ഈ ചക്ര ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെയാണ് ശരിക്കുള്ള വാട്ടർഫോൾ ഉള്ളത്. നമുക്കിവിടെ നിന്ന് ചെറുതായിട്ട് കാണാം. അപ്പോൾ കൂടുതൽ അടുത്ത് നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് കാണാം. നമ്മളിങ്ങനെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി വേണം ഈ റൈൻ ഫോൾസിലേക്ക് പോകാനായിട്ട്. ഈ സ്റ്റെപ്പുകളൊക്കെ ഇങ്ങനെ എല്ലാവരും നടന്നിട്ട് ഇങ്ങനെ തേഞ്ഞിരിക്കുന്ന സ്റ്റെപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ തെന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഓരോ കുറേ സ്റ്റെപ്പ് കഴിയുമ്പോൾ റൈൻ ഫോൾസിൻ്റെ ഭംഗിയുള്ള വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കങ്ങനെ ഓരോ വ്യൂസ് കണ്ട് നമുക്ക് ഏറ്റവും താഴെയുള്ള റൈൻ ഫാൾസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി ഒരു മിഡിൽ ഭാഗത്ത് എത്തിയേക്കുവാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റൈൻ ഫാൾസിൻ്റെ വ്യൂ ഇത് ഇങ്ങനെയാണ്. നിറയെ ബോട്ടുകളുണ്ട് ഇതിനകത്ത്. എപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ബോട്ടിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബോട്ടിലെ ആൾക്കാരെയും കൊണ്ട് ഇവർ ഈ ഇങ്ങനെ കുത്തി ഒഴുകണ അവിടെ ആ സൈഡില്ലേ, ആ സൈഡിലേക്ക് കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന ഒന്നല്ലേ? അതെ. അപ്പോൾ ബോട്ട് അപ്പുറത്തുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് താഴത്തേക്ക് കുറച്ചും കൂടെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നന്നായിട്ടാണ്. ഇപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ അല്ലേ? അതെ. അപ്പോൾ ഇതാണ് റൈൻ ഫാൾസ്, യൂറോപ്പിലെ ഏറ്റവും വലിയ വാട്ടർഫോൾ. നമുക്ക് കാണാം ഈ വെള്ളത്തിൻ്റെയൊക്കെ കളർ നോക്കിയേ.
ഒരു കറുത്ത പച്ച കളറിലുള്ള വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണുന്നത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പതഞ്ഞ് നല്ല ഇളം നീലയായിട്ടുള്ള അതായത് തുരിശ് കലക്കിയ പോലത്തെ വെള്ളം പോലെ ഏകദേശം പതഞ്ഞാണ് ഇങ്ങോട്ട് ഒഴുകുന്നത്. ഇത് വലിയൊരു റിവർ തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു വലിയ റിവർ തന്നെയാണ്. നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. നമുക്കിത് ആ കാണുന്ന സ്ഥലത്തേക്ക് ഇനി നമുക്ക് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പൊക്കത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു സ്ഥലം ഫോട്ടോ എടുക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ റൈൻ ഫാൾസിൽ വരുന്ന എല്ലാവരും സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഫോട്ടോ പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ എഴുതിയിട്ടുണ്ട് റൈൻഫാൾ ഗ്രാൻഡ് ടൂർ ഓഫ് സ്വിറ്റ്സർലൻഡ് എന്ന്. അപ്പോൾ ചക്കര ഇവിടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ചക്കരയ്ക്ക് അറിയില്ല ഞാൻ ഫോട്ടോ എല്ലാം എടുക്കണ വീഡിയോ എടുക്കണേന്നുള്ളത്. അവിടെ നിന്നോട്ടെ, ഞാനൊരു ഫോട്ടോ എടുക്കാം, ക്യാമറയിൽ എടുക്കാം. ഓക്കെ, ആ കാണുന്ന ഏരിയയിൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ എൻട്രൻസ് ഇപ്പോൾ നമ്മൾ വന്ന എൻട്രൻസ് കൂടാതെ റൈൻ ഫാൾസ് കാണാനായിട്ടുള്ള മറ്റൊരു എൻട്രൻസ് ആണത്. അതായത് എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഏരിയ ആണത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈൻ ഫാൾസ് കാണാൻ പറ്റും. അതിനെനിക്ക് തോന്നുന്നു ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് റൈൻ ഫാൾസ് കാണണമെങ്കിൽ ഇപ്പം നമ്മൾ വന്ന എൻട്രൻസിൽ കൂടെ തന്നെ വന്നു കഴിഞ്ഞാൽ പല ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് റൈൻ ഫാൾസ് കാണാൻ പറ്റും. ഈ വ്യൂ ഒക്കെ ഒന്ന് നോക്കിയേ. അതുപോലെ ഇവിടുത്തെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, നമ്മൾ ഇതേപോലെ ബോട്ടിൽ വന്നിട്ട് ഈ ബോട്ട് നമ്മളെ ഈ ഭയങ്കര കുത്തൊഴുക്കാണല്ലോ ഈ വാട്ടർ ഇവിടെ നിന്ന് ഫോളോ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനെതിരെ ഈ ബോട്ട് കുറേ ദൂരം ഇങ്ങനെ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ വരും. അതിനുശേഷം ബോട്ട് മാക്സിമം ഫ്രണ്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒഴുക്കിൻ്റെ ശക്തി കൊണ്ട് ആ ബോട്ട് നേരെ ബാക്കോട്ട് തന്നെ പോകും. അപ്പോൾ നമുക്കിത് കാണാം, ഒരു ബോട്ട് ഇപ്പം അങ്ങനെ വന്നിട്ട് ആ ഒഴുക്കിൽ പെട്ടപ്പോൾ തിരിച്ചങ്ങോട്ട് പോയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ബോട്ട് സർവീസസ് ഇവിടെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതേപോലെ ബോട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും. ഇനി നമ്മളിത് ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ കൂടെയാണ് നമ്മൾ പോയി നോക്കാൻ പോകുന്നത്. ഈ ഗുഹയുടെ അപ്പുറത്ത് അടിപൊളി വ്യൂ ഉണ്ട് റൈൻ ഫോൾസിൻ്റെ. നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തേ കൂടെയാണ് റൈൻ ഫോൾസ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കയ്യിൽ തൊടാൻ പറ്റുന്ന പോലെയാണ് നമ്മുടെ തൊട്ടടുത്തേ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന റൈൻ ഫോൾസ്. ശരിക്കും നമുക്ക് കുറച്ചു നേരം നോക്കി കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. കാരണം വെച്ചാൽ നമ്മുടെ അടുത്തേക്ക് വരുവാന്ന് തോന്നിപ്പോവും ഈ റൈൻ ഫോൾസ്. അപ്പം നമ്മൾ മുകളിൽ നിന്ന് കണ്ട സ്ഥലത്ത്, അതായത് ഏറ്റവും താഴെ റൈൻ ഫോൾസിൻ്റെ ഏറ്റവും താഴെ നമ്മൾ എത്തിയേക്കുവാണ്. എന്നുവെച്ചാൽ നമ്മൾ റൈൻ ഫോൾസിൻ്റെ മേലെ നിൽക്കുന്ന പോലെ, നമ്മൾ വെള്ളത്തിൻ്റെ മേലെ നിൽക്കുന്ന പോലത്തെ ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്നിരിക്കുന്ന ഈ സ്ഥലം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് താഴെയാണ് ഇത്രയും കുത്തി ഒഴുകി, അതായത് ഭയങ്കര ഫോഴ്സിൽ റൈൻ ഫോൾസ് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പുറകിൽ കണ്ടോ, നമ്മൾ ഏറ്റവും താഴത്ത് വന്നേക്കുവാണ്. നോക്കി, നമ്മുടെ തൊട്ടടുത്തേക്ക് വെള്ളം പോണ ആ ഒഴുക്കിന്റെ സ്പീഡ് നോക്കി. നമ്മുടെ മേത്തേക്കൊക്കെ വെള്ളം തെറിക്കുന്നുണ്ട്. അതെ, നന്നായിട്ട് വെള്ളം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കാറ്റിൽ പറന്നിട്ട് നന്നായിട്ട് തെറിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, മുഖത്തൊക്കെ ഞങ്ങളുടെ നിറച്ച് വെള്ളത്തുള്ളികൾ ഇങ്ങനെ പറക്കണം. നല്ലൊരു അടിപൊളി ഫീലാണ്. ആഹാ, ഇപ്പൊ നോക്കി, നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയേക്കുവാണ്. അതായത് ഏറ്റവും താഴത്ത് റൈൻ ഫോൾസിന് ഏറ്റവും തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കണ്ട് നമ്മുടെ തൊട്ടടുത്തേ കൂടെയാണ്, ഞാൻ ഒട്ടും സൂം ചെയ്തിട്ടില്ല, നമ്മുടെ തൊട്ടടുത്തേ കൂടെയാണ് ഈ ബോട്ട് പോകുന്നത്. ഇതുണ്ട്, താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൈ പോയി കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് തൊടാൻ പറ്റുമെന്ന് തോന്നും, പക്ഷെ തൊടാൻ പറ്റില്ല. എന്നാലും നമ്മുടെ ഏകദേശം വളരെ ക്ലോസ് ആയിട്ടാണ് ഈ വെള്ളം ഒഴുകുന്നത്. കണ്ടോ, ഈ ബോട്ടിൽ എഴുതിയേക്കുന്ന കണ്ടോ, ക്ലൈനെ റുൺഫാർട്ട്
15 minutes എന്ന്, അതായത് ഷോർട്ട് റൗണ്ട് ട്രിപ്പാണ്. അതായത് 15 മിനിറ്റ് പോകുന്ന ഷോർട്ട് റൗണ്ട് ട്രിപ്പാണിത്. നമുക്ക് കുറേ ആൾക്കാർ ഹായ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഏട്ടനാണെങ്കിൽ ഇവിടെ പ്രകൃതിയായിട്ട് ഇവിടെ മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ, ഫോട്ടോ അല്ല മൊബൈലിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ പോരാഞ്ഞ് വിമ്പേട്ടന് മറ്റെന്തോ ടൈം ലാപ്സോ ഹൈപ്പർ ലാപ്സോ അതേപോലത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ വെച്ചിട്ട് വേറെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവിടുന്ന് പോവാൻ തോന്നില്ല. ഇങ്ങനെ നിന്ന് ഈ വെള്ളം ഇങ്ങനെ ചാടി പോകുന്നത് നമുക്കിങ്ങനെ കണ്ടോണ്ടേ ഇരിക്കാൻ തോന്നും. അറിയില്ല, ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒരുപാട് നേരം ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും ഇത് കണ്ടുകൊണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ കണ്ണിന് വളരെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് റൈൻ ഫോൾസ്. നമ്മുടെ തൊട്ടടുത്ത്, ഏറ്റവും നമ്മുടെ കണ്ണിന്റെ തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു വെള്ളച്ചാട്ടം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്വിറ്റ്സർലൻഡിൻ്റെ ബ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് റൈൻ ഫോൾസിലാണെന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജർമ്മനിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ സ്വിറ്റ്സർലൻഡിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് ഈ റൈൻ ഫോൾസ്. അപ്പോൾ നമുക്ക് ഒരിക്കലും റൈൻ ഫോൾസ് കാണാതെ ആരും, എനിക്ക് തോന്നുന്നില്ല, സ്വിറ്റ്സർലൻഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആരും റൈൻ ഫോൾസ് മിസ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് സ്വിറ്റ്സർലൻഡിലേക്ക് ട്രാവൽ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ഇപ്പം നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം റൈൻ ഫോൾസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ റൈൻ ഫാൾസിൻ്റെ താഴത്ത് വരെ പോയി എല്ലാ വ്യൂസും കണ്ടു, ബോട്ടുകളൊക്കെ കണ്ടു. അപ്പോൾ എന്തായാലും നമുക്ക് ബോട്ട് കയറാനായിട്ടുള്ള ടൈം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ ബോട്ട് ആ യാത്ര നമ്മൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ നമ്മൾ വരുമ്പോൾ തീർച്ചയായിട്ടും ബോട്ടിൽ കയറുന്നതായിരിക്കും. അപ്പോൾ ചക്രാവതി എൻ്റെ പുറകയിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല കുത്തനെയുള്ള കയറ്റാണിത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇത്ര ഇറങ്ങി അത്രയും സ്ഥലം തന്നെ നമ്മളിങ്ങനെ നടന്ന് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുകളിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ആർക്കെങ്കിലും മുകളിലേക്ക് നടന്ന് കയറാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരം നമ്മൾ മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ദൂരം കംപ്ലീറ്റ് നമുക്ക് പോകാനായിട്ട് ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ റൈൻ ഫാൾസിൻ്റെ താഴെ നിന്ന് നമ്മൾ മുകളിലെത്തിയേക്കുവാണ്. അപ്പോൾ മുകളിൽ നടന്ന് നമ്മൾ ഇനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ ആ റെയിൽവേ ട്രാക്കിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ ആ റെയിൽവേ ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിവറിൻ്റെ മിഡിൽ കാണാൻ പറ്റും, മിഡിൽ ഭാഗം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുവാണ്. നമ്മൾ സ്വിറ്റ്സർലൻഡിലൊക്കെ വരുമ്പോൾ നമ്മൾ മിനറൽ വാട്ടർ അല്ലെങ്കിൽ വെള്ളമൊക്കെ വാങ്ങണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പൈസ മിനറൽ വാട്ടറിൽ നിന്ന് മുടക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പോകുന്ന മിക്ക സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള പൈപ്പുകളുണ്ട്. അപ്പോൾ ഇത് പ്യുവർലി ഡ്രിങ്കിങ് വാട്ടറാണ്, ഒരു പ്രശ്നമില്ലാതെ നമുക്ക് കുടിക്കാം. അപ്പോൾ നമ്മൾ റൈൻഫാൾ താഴെ വരെ പോയി കണ്ടത് മുകളിലേക്ക് വന്നിട്ട് ഇനി നമുക്ക് ഈ റൈൻഫാളിൽ വന്നു കഴിഞ്ഞാൽ പോകാൻ പറ്റുന്ന വേറൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് വന്നിട്ട് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പോകാൻ പറ്റുന്നൊരു സ്ഥലം. അവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾക്ക് നടക്കാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് ആ റിവറിൻ്റെ സെൻറ്റർ വരെയോ അല്ലെങ്കിൽ റിവർ ക്രോസ് ചെയ്തോ പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇതുപോലെ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈ റിവർ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ശരിക്കും ആ വാട്ടർഫാൾ തുടങ്ങുന്നതിന് മുമ്പുള്ള ഭാഗമാണ് നമുക്ക് ഇതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക. ഈ കാണുന്ന ചെറിയ വഴിക്കടെ നമുക്ക് ഈ റിവർ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്താം. അപ്പുറത്ത് അങ്ങോട്ട് ഒരുപാട് പോകാൻ പറ്റത്തില്ല, അവിടെ ഒരു ടണലുണ്ട്. പക്ഷേ നമുക്ക് ഈ റിവറിൻ്റെ സെൻറ്റർ വരെ നമുക്ക് വരാനായിട്ട് പറ്റും.
നമുക്കിവിടെ കാണാൻ ചക്കര അവിടെ നിന്ന് വെള്ളം എടുത്തു കൊണ്ടിട്ട് ഇത് കണ്ടോ. വെള്ളം എന്തേ നാറാണത്ത് ഭ്രാന്തനാണോ ചക്കര? അവിടെ നിന്ന് വെള്ളം എടുത്തു കൊണ്ടിട്ട് ഇവിടെ ഒഴിക്കണത്. ഈ ഇത് നിറയ്ക്കാനായിട്ടാണോ? നദി നിറയ്ക്കാനായിട്ടാണോ? നല്ല അടിപൊളി ഐഡിയ. അപ്പോൾ ഈ വഴി കൂടെയാണ് നമ്മൾ പോയ സ്ഥലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോണത്. ഇതും നല്ലൊരു ഫോട്ടോ പോയിൻ്റാണ്. ഈ ആർച്ചിൻ്റെ അടിയിൽ നിന്ന് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്ന കാണാറുണ്ട്. സ്റ്റെപ്പ് കയറി ഇവിടെ തൊട്ടടുത്ത് വന്ന് അപ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് കാണാം. ആ കാണുന്നതാണ് നമ്മൾ ആദ്യം പോയ റൈൻഫാൾ. അവിടെ വാട്ടർഫാൾ, മുകളിൽ നിന്ന് വെള്ളം താഴത്തേക്ക് ആടുന്ന സ്ഥലം. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോവാണ്. നമുക്കിത് ഈ ടണലിൻ്റെ അപ്പുറത്ത് നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിവിടെ ഈ റൈൻ ഫാൾസിലേക്ക് വരാനായിട്ട് ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ റൈൻ ഫാൾസിൻ്റെ തൊട്ട് താഴെ തന്നെ, അതായത് പാലസിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് റൈൻ ഫാൾസിൽ വരാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനെക്കുറിച്ച് 100% ഉറപ്പില്ല. അത് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമായിരിക്കും. അപ്പോൾ നമ്മൾ റൈൻ ഫാൾസൊക്കെ കണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് മുകളിൽ വന്നു. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുടിക്കാം. അപ്പോൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇവിടെ കുറേ സോവനീഴ്സൊക്കെ ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം സ്വിറ്റ്സർലൻഡ് വാച്ചുകൾക്കും അല്ലെങ്കിൽ സ്വിസ് മെയ്ഡ് സാധനങ്ങൾക്ക് എല്ലാത്തിനും വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ കുറേ സോവനീഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്വിറ്റ്സർലൻഡിലെ വാങ്ങാനായിട്ട് ആളുകൾ സ്ഥിരം വാങ്ങുന്ന ഒരു സോവനീറാണ് ഈ പശുക്കുട്ടി. സ്വിറ്റ്സർലൻഡിലെ റൈൻ ഫോൾസിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഇനി സ്വിറ്റ്സർലൻഡിൽ 7 ദിവസം വളരെ മനോഹരമായ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ അടിപൊളി കാഴ്ചകളൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുമല്ലേ? അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തുമല്ലേ? അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടിട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ, അതായത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.